റാപ്പ് സ്കിഡ് വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഗോവൻ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ആദ്യത്തെ പാട്ടിന് വ്യൂസൊക്കെ കുറവാണ്. ഇത് നമ്മുടെ തുടക്ക ചാനലല്ലേ, അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ ആ കലങ്കുത്ത് ബീച്ചിൽ നിന്ന സമയത്താണ് ഒരു ചേച്ചിയെ കണ്ടുമുട്ടിയത്. അവിടെ കുറേ ആൾക്കാരെ തലയിൽ ഇതുപോലെ കെട്ടിക്കുന്ന കണ്ടപ്പോഴേ അവൾ ആദ്യമേ പറഞ്ഞായിരുന്നു എനിക്ക് ഇതുപോലൊക്കെ വേണമെന്ന്. ഞാൻ പറയാൻ വേണ്ട. പിന്നെ ആ ചേച്ചി ഇങ്ങനെ വന്ന് ചോദിച്ച സമയത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു നിസ്സാര പൈസയേ ഉള്ളൂ, 100 രൂപയാണ് ഉറുപ്പം കെട്ടാനെന്ന്. സംഭവം നിസ്സാര പൈസ അല്ലെങ്കിലും 100 രൂപയ്ക്ക് അവൾ ആഗ്രഹമാണല്ലോ, നമ്മൾ ഗോവയിൽ എത്തുകയല്ലേ, അതങ്ങനെ കെട്ടി. ഇങ്ങോട്ട് ഗോവയിലെ ബാഗ ബീച്ചിലെ നൈറ്റ് ലൈഫാണ്. ബാഗ ബീച്ചും കലങ്കുത്ത് ബീച്ചിലെ നൈറ്റ് ലൈഫ് അതൊരു പൊടി സംഭവമാണ്. ഗോവയിലെ ബാഗ ബീച്ച് മാത്രമേ ഉള്ളൂ ഈ ഷാക്ക് പാർട്ടി. അതായത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊരു വൈബാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് ബാഗ ബീച്ചിലെ ഈ ഷാക്ക് പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിങ്ങനത്തെ 2-3 കേന്ദ്രങ്ങളുണ്ട്. നല്ല രസമാണ് അവിടെ ചെല്ലുക. നമ്മൾ നമ്മുടേതായ സാധനങ്ങളൊക്കെ അടിച്ചിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ നല്ല വൈബാണ്. എല്ലാതും നമുക്ക് എൻജോയ് ചെയ്യാം. അങ്ങനെ അവിടെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, പാർട്ടിയുണ്ട്, DJ ഉണ്ട്, ആൾക്കാർ പല നാട്ടിലെ ആൾക്കാർ. നമ്മളെല്ലാവരുമായിട്ട് അങ്ങനെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അടിച്ച് പൊളിച്ച് തുള്ളി ഒരു രീതിയിലുള്ള ആലമ്പോ അല്ലെങ്കിൽ നമുക്കൊരു കപ്പിളായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടോ ഒന്നും എനിക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അവിടെ എൻജോയ് ചെയ്യുന്നത്. അതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് കാര്യം എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ഈ ബാഗ ബീച്ചിലെ ഈ ഷാക്ക് പാർട്ടിയിൽ മാത്രമാണ് നമുക്ക് പേയ്മെൻ്റ് ഇല്ലാണ്ട് കയറി DJ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ഉള്ള എല്ലായിടത്തും പോയാലും നമ്മൾ പേയ്മെൻ്റൊക്കെ ചെയ്ത് കയറാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ടിറ്റോസ് ലൈൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ചുറ്റിനും ബാറും പബ്ബും ഡാൻസ് പാർട്ടി എല്ലാം ആണ്. അവിടെയൊക്കെ കയറണമെങ്കിൽ നല്ല പൈസയാണ്. കപ്പിൾസിന് സെപ്പറേറ്റ് പാക്കേജൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നല്ല പൈസ അവിടെ ആവശ്യമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. അതേപോലെ തന്നെ വൈബിൽ തുള്ളി തുടങ്ങിയ ശേഷം ഫോണൊക്കെ കയ്യിലുണ്ടെന്ന കാര്യം ചിന്തയൊന്നുമില്ല. അങ്ങോട്ട് തുള്ളി അങ്ങോട്ട് അർമതിക്കുന്ന പാട്ട് അവർ അങ്ങനത്തെ പാട്ടുകളാണ് ഇട്ടിരുന്നത്. നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ തുള്ളി മരിക്കാൻ പറ്റിയ പാട്ടുകൾ. നമുക്ക് ഭക്ഷണവും നമുക്ക് ആവശ്യമായ പാനങ്ങളെല്ലാം നമുക്ക് ഈ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് കിട്ടും. പക്ഷെ അവിടെ നല്ല വിലയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ പോയി ചായ വാങ്ങിച്ചു. അവിടെ ചായ കിട്ടുന്നത് ഇങ്ങനെ കവറിലാട്ടോ, പാഴ്സലായിട്ട് വാങ്ങിച്ച. അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ രാവിലെ വണ്ടി എടുത്ത് നേരെ ഇറങ്ങി. അവിടെ നിന്ന് നേരെ ഓൾഡ് ഗോവ ചർച്ച്, പാഞ്ചിം സിറ്റി, മിറാമർ ബീച്ച്, ഡോണ പൗല വ്യൂ പോയിൻ്റ് എന്നീ സ്ഥലങ്ങളിലുള്ള യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ആദ്യം പോയത് ഓൾഡ് ഗോവ ചർച്ചിലോട്ടായിരുന്നു. ആ പോക്ക് 1.5 പോക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കിൽ പെട്ട് കുറേ നേരം ഞങ്ങൾ ആ ചൂടത്ത് കരിഞ്ഞു. അവിടെ കാറിൽ പോയാലും സ്കൂട്ടറിൽ പോയാലും എന്തായാലും ഗോവയിൽ പണി കിട്ടും. കാരണം വേറെ എന്താണെന്ന് വെച്ചാൽ അത്രയും ബ്ലോക്കുണ്ട്. സ്കൂട്ടറിൽ പോകണമെങ്കിൽ വെയിൽ എന്തായാലും കൊണ്ടുള്ളൂ കംപ്ലീറ്റ് ആയിട്ടും. കാറിൽ പോയാലും ട്രാഫിക്കിൽ കടന്നേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഈ സത്യം പറഞ്ഞാൽ സീസൺ സമയത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിക്കണം. പക്ഷെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയല്ലേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളങ്ങനെ വിട്ടു. ആ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഈ സാധനം, നമ്മുടെ ഈ നെല്ല് പെറ്റുന്ന മെഷീൻ. അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ നമ്മുടെ ഗോവയിൽ വന്നപ്പെട്ടത് ഇങ്ങനെ കാണുന്നൊട്ടും വിചാരിച്ചില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് അതൊന്ന് എടുത്തന്നേ ഉള്ളൂ അതിൻ്റെ ഒരു വീഡിയോ. അങ്ങനെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രിയായി. നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ലേറ്റായി. പക്ഷേ വരുന്ന വഴിക്ക് കാസിനോസ് ഉണ്ടല്ലോ, നമ്മുടെ മജസ്റ്റിക് പ്രൈഡ്, മിഗ്ഡാഡി, അതൊക്കെ കണ്ടു കേട്ടോ. അതിനകത്ത് കയറാനൊക്കെ കണ്ടപ്പോൾ തോന്നി. പക്ഷെ നമ്മുടെ കൊക്കിൽ വന്ന് സാധനമില്ലാത്ത നമ്മൾ അതിനകത്ത് കയറിയില്ല. ഇനി അടുത്ത തവണ വരുമ്പോൾ എന്തെങ്കിലും അതിനകത്തൊന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത തവണ കൊത്താം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടിട്ടുള്ള അതേ ബ്രിഡ്ജായിട്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ ബ്രിഡ്ജിൽ രാത്രിയായപ്പോൾ നല്ല അടിപൊളി ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ആക്ച്വലി ഗോവയിലെ ഈ ട്രാഫിക്കിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗോവയിൽ നൈറ്റ് ലൈഫും പിന്നെ ഈവനിങ് തൊട്ട് അടിപൊളിയാണ്. പകൽ കുഴപ്പമില്ല. പക്ഷേ ഒരു 10-11 മണി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ ചൂടറിയാലോ. ആ ചൂടിൻ്റെ ബുദ്ധിമുട്ടല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല.
നമ്മൾ സ്കൂട്ടർ ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാനും മറ്റേതിനെക്കാട്ടും കാറിനെക്കാട്ടും ഒന്നും എളുപ്പമുണ്ട്. പിന്നെ പെട്രോളിൻ്റെ പൈസ ലാഭമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. മൊബൈൽ നമുക്ക് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സുമായിട്ട് പോലും അടിച്ച് വിളിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ വെറുതെ കേട്ടോ. നമ്മുടെ കൂടെയുള്ള പാർട്ണർ എങ്ങനെയാണെന്നിരിക്കും നമ്മൾ അത് എൻജോയ് ചെയ്യുന്ന കാര്യം. എന്താ പറയുക, എൻ്റെ പാർട്ണർ എൻ്റെ കൂടെയും ഞാൻ അവളുടെ കൂടെയും കട്ടക്ക് നിന്നുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ലാസ്റ്റ് ഡേ ഞങ്ങൾ അഗോഡ ഫോർട്ട് മാത്രമേ പോയുള്ളൂ. അങ്ങനെ കുറച്ച് സ്ലോ മോഷൻ വീഡിയോ എടുത്ത് അഗോഡ ഫോർട്ടിലും പോയി തിരിച്ച് വന്ന് നേരെ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ നേരെ ബാംഗ്ലൂർക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ, സീ യു.